ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റീംഡ് കേക്കാണ് കേട്ടോ. സ്റ്റീംഡ് കപ്പ് കേക്ക്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ഈസിയുമാണ്. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കേക്കിൻ്റെ മിക്സിങ്ങിന് വേണ്ടി ഒരു 5 മിനിറ്റും അത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ ഒരു 10 മിനിറ്റ്സും, അങ്ങനെ ഒരു 15 മിനിറ്റ്സേ ഇതിനെടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കപ്പോൾ സ്റ്റീംഡ് കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഞാൻ 3 മുട്ടയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പൊട്ടിപ്പോയി അതിൻ്റെ അകത്ത് മഞ്ഞ. അപ്പോൾ ഇതൊന്ന് ബീറ്റർ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ നന്നായി വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചെറുനാരങ്ങയുടെ നീരും കൂടെ നന്നായിട്ട് ഇത് വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 to 1/4 കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു മിനിമം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായി വിസ്ക് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ അരിപ്പയിൽ ഒരു 3 തവണ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിപ്പം 300 ഗ്രാമാണ് ഉള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ള് ഉപ്പും കൂടി ഇടണം. ഒരല്പം മതി കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ആ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഈ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഓരോ കപ്പുകളിലേക്ക് ആക്കിയിട്ട് മാറ്റാം. ഞാൻ ജസ്റ്റ് ഒരിത്തിരി എണ്ണ ഇതിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ. അപ്പം നമുക്കിതാ ഓരോ കപ്പിൽ ഒരു 1/4 ഭാഗത്തോളം നിറച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് സ്റ്റീം ആവുമ്പോൾ കൂടുതൽ പൊന്തി പുറത്തേക്ക് പോകും. അപ്പം ഞാനത് 4 കപ്പിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 4 കപ്പിലേക്കാണ് ആ 300 ഗ്രാം മൈദ എടുത്തപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ മുകളിൽ ഞാനൊരല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഗ്ലാസ് അങ്ങനെ തന്നെ 4 ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ കേക്ക് വെന്തിട്ടുണ്ടോ. ഇതൊന്ന് ഇത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കട്ടെ. ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഈ സ്റ്റീമിൽ നിന്ന് മാറ്റി അപ്പുറത്തേക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അപ്പം നമ്മുടെ ആ 4 കപ്പ് കേക്ക് ഞാനിവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഈ കപ്പിൽ നിന്ന് അതൊന്ന് നമുക്ക് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അതങ്ങ് ഒട്ടിപ്പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി നമുക്കിതൊന്ന് പതുക്കെ കപ്പിൽ നിന്നൊന്ന് എടുക്കാൻ നോക്കാം. ജസ്റ്റ് ഇതൊന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 4 കപ്പ് കേക്കും ഞാൻ ആ കപ്പിൽ നിന്ന് മാറ്റി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പം വളരെ കുറച്ച് സമയമല്ലേ നമ്മളിത് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മിക്സിങ്ങിന് വേണ്ടി ഒരു 5 മിനിറ്റ്, ഇത് വേവാനായിട്ട് ഒരു 10 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ ഒരു 15 മിനിറ്റാണ് നമുക്കിതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സ്റ്റീം കേക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.